ഇന്നൊരു അത്ഭുത സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ കുഞ്ഞൻ സൂറത്ത്, ചെറിയ സൂറത്ത് ആരാണോ പാരായണം ചെയ്യുന്നത് അവർക്കവരവരുടെ ജീവിതത്തിൻ്റെ വലിയ വലിയ വിജയങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ തടസ്സങ്ങളായിട്ടുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നീങ്ങിയിട്ട് നല്ല ഫത്ഹ് ലഭിക്കാൻ കാരണമാകുന്നൊരു സൂറത്താണ് ഈ സൂറത്ത്. ഈ സൂറത്ത് പാരായണം ചെയ്തവർക്കുള്ള മഹത്വം മനസ്സിലാക്കിയ ഒരാളും ഇത് ഒഴിവാക്കിയിട്ടില്ല. ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം 70,000 മലക്കുകളോടുകൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലെത്തിയിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്നാലിന്നയാളിൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണെന്ന്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്, നബിയെ അങ്ങും വരുന്നില്ലേ മയ്യത്ത് നിസ്കരിക്കാനെന്ന്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടിയിട്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടെ ആ വലിയ മനുഷ്യൻ്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ പോകുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതത്തോടുകൂടെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ 70,000 മലക്കുകളുടെയൊക്കെ ഹുളൂറുണ്ടാവലോടുകൂടെ സാന്നിധ്യത്തിൽ എന്നെയും കൂട്ടിയിട്ടൊക്കെ അങ്ങ് നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയ ഈ വലിയ മനുഷ്യൻ എന്ത് പുണ്യമാണ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, അദ്ദേഹം ഈ സൂറത്ത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന്. ഈ സൂറത്തിൻ്റെ പ്രതിഫലം അത്രമേൽ മഹത്വമുള്ളതാണ്. ഇതിൻ്റെ പ്രതിഫലം പറഞ്ഞാൽ തീരുകയില്ല. പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അബൂദർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം നബി തങ്ങളോട് പറയുന്നുണ്ട്, ഈ വന്നത് ആരാണെന്നറിയോ, ഇതാണ് അബൂദർ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാം നബി തങ്ങളോട് പറയുമ്പോൾ നബി തങ്ങൾ അത്ഭുതത്തോടു കൂടെ ചോദിക്കുന്നുണ്ട്, അബൂദറിനെ നിങ്ങൾക്കെങ്ങനെ അറിയാം, മലക്കുകളുടെ ലോകത്ത് അത്രയും സുപരിചിതമാണോ എന്ന്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറയുന്നുണ്ട്, നിങ്ങളെക്കാൾ സുപരിചിതമാണ് ഞങ്ങൾക്ക് അബൂദറിനെ, കാരണം അബൂദർ ഈ സൂറത്ത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന്. ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ സൂറത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റും. ഓരോ ആയത്തുകളും, ഈ സൂറത്തിൻ്റെ ഓരോ ആയത്തുകളും മലക്കുകളുടെ ചിറകിൽ എഴുതി വച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സൂറത്തിൻ്റെ ഓരോ ആയത്തുകളും എന്നാണ്. ഈ സൂറത്തിൻ്റെ ഓരോ ആയത്തിനും മഹത്വമുണ്ട്. ഒരായത്ത് ഓതിക്കഴിഞ്ഞാൽ 50 വർഷത്തെ ദോഷങ്ങൾ പുറത്തു കിട്ടും എന്നുള്ളതും, ഇജാസത്തോടു കൂടെയോ അല്ലാതെയോ ഒക്കെ ആയിട്ട് 1000 തവണ ഈ സൂറത്തിനെ ആരെങ്കിലും പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പിരടിയെ, അവരുടെ ശരീരത്തിനെ നരകത്തിൽ നിന്നും വിലക്ക് വാങ്ങിയിട്ടുണ്ട്, മോചിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മെ പഠിപ്പിച്ച വളരെ പവിത്രമേറിയ സൂറത്താണ്. ഇതനുസരിച്ച് മക്കയിലും മദീനയിലേക്ക് പോയിട്ട് ഈ സൂറത്തിനെ 1000 തവണ ഇജാസത്തോടു കൂടെ ഓതുന്നവരും ചൊല്ലുന്നവരും അവിടെ നിന്ന് ഇജാസത്ത് വാങ്ങിക്കുന്നവരൊക്കെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിനെ കുറിച്ച് കൃത്യമായി നമുക്ക് പഠിക്കാനും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ മഹാപാപിയാണ്, എനിക്ക് അള്ളാഹുവിനോട് അടുക്കാൻ ഉതകുന്ന ഒരു പുണ്യകർമ്മം എനിക്ക് പറഞ്ഞു തരണം എന്ന് ഒരാൾ വന്ന്, ദോഷിയായ പാപങ്ങൾ ധാരാളം ചെയ്ത ഒരാൾ വന്ന് ഹബീബായ തങ്ങളോട് പറയുകയാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുന്നുണ്ട്, നീ ഇഖ്ലാസ് സൂറത്ത് ധാരാളമായിട്ട് ഓതുക എന്നുള്ളത്. ഇഖ്ലാസ് സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ദോഷങ്ങൾ പൊറുക്കുകയും അള്ളാഹുവിലേക്ക് അടുക്കാൻ കാരണമാകുകയും ചെയ്യുമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനിക സംഘത്തെ ഒരുക്കിയയക്കുമ്പോൾ അവരിൽ ഒരാളെ നേതാവാക്കിയിട്ട്, അവരുടെ ലീഡറാക്കിയിട്ട് നിശ്ചയിച്ചു. അങ്ങനെ അവർ ഇമാമായിട്ടാണ് നിസ്കരിക്കുന്നത്, ആ ലീഡറാണ് ഇമാമായിട്ട് നിസ്കരിക്കുന്നത്. അപ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം അവർ സൂറത്തുൽ ഇഖ്ലാസ് അല്ലാത്ത മറ്റു സൂറത്തുകളൊന്നും ഓതുന്നില്ല. ഇക്കാര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറ്റുള്ള സ്വഹാബാക്കളൊക്കെ വന്ന് പറയുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹബീബായ തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങളത് അവരോട് പോയിട്ട് തന്നെ ചോദിക്കുക, എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണമെന്ന്. അങ്ങനെ ചോദിച്ചപ്പോൾ ആ സ്വഹാബി വര്യൻ അവിടെ നിന്ന് മറുപടി പറയുന്നത്, ഇത് കരുണക്കടലിൻ്റെ ഗുണങ്ങളാണല്ലോ ഉൾക്കൊള്ളുന്നത്, അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഗുണങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്, അതിനാൽ അതോതാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് അവർ മറുപടി പറഞ്ഞത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ അദ്ദേഹത്തോട് പറയണം,
അള്ളാഹു അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത്. അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന സൂറത്ത് കൂടെയാണ് പ്രിയമുള്ളവരെ സൂറത്തുൽ ഇഖ്ലാസ്. തഫ്സീറുൽ ഹനഫിയയിലുള്ള റിപ്പോർട്ടിൽ ഇങ്ങനെയാണ്: നീ ഇഖ്ലാസിനെ സ്നേഹിച്ചതുകൊണ്ട് അള്ളാഹു നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരാൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ഇഖ്ലാസ് സൂറത്തിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിൻ്റെ ഈ സ്നേഹം നിന്നെ സ്വർഗത്തിൽ എത്തിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൻ്റെ 1/3 പറഞ്ഞ് പരിചയപ്പെടുത്തപ്പെട്ട, നമുക്കൊക്കെ കാണാതെ അറിയാവുന്ന സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വങ്ങളാണ് നാമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്കും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനരായ അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരാൾ എല്ലാ നിസ്കാരത്തിലും ഇഖ്ലാസാണ് ഓതുന്നത്, എല്ലാ നിസ്കാരത്തിലും ഇഖ്ലാസ് ഓതുന്നത്. അപ്പോൾ ഹബീബായ തങ്ങളോട് അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ഈ സൂറത്തിന് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ടാണ് എൻ്റെ എല്ലാ നിസ്കാരത്തിലും ഞാൻ ഇഖ്ലാസ് സൂറത്ത് ഓതുന്നത്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിൻ്റെ ഈ സ്നേഹം നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. ഞാൻ ഇത്രയും ഇഖ്ലാസ് സൂറത്തിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇഖ്ലാസ് സൂറത്ത് പതിവാക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, എണ്ണമില്ലാതെ പതിവാക്കുന്നവരുണ്ട്. ലക്ഷക്കണക്കിന് ഇഖ്ലാസ് സൂറത്ത് ഓതുന്ന ഉപ്പമാരുണ്ട്. അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ ഓതുന്നതിൻ്റെ ഫലം അവർ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ് പറയുന്നത്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞങ്ങൾ തബൂക്കിലായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ തബൂക്കിലായിരുന്നു. അപ്പോൾ സൂര്യൻ വളരെ മങ്ങിയ രൂപത്തിലാണ് ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ മങ്ങിയ രൂപത്തിൽ സൂര്യനെ ഇങ്ങനെ കാണുന്നു. സൂര്യന് വല്ലാതെ തിളക്കൊന്നുമില്ല, അങ്ങനെ മങ്ങിയ രൂപത്തിൽ കാണുന്നു. ഇങ്ങനെ മങ്ങിയ നിലയിൽ ഉദിക്കുന്നത് ഞങ്ങൾ മുമ്പ് കണ്ടിട്ടുമില്ല. അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. ആ സമയത്താണ് മഹാനരായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഈ മങ്ങിയ നിറത്തിൽ കാണാൻ കാരണം തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൂടെ ഒരുപാട് മലക്കുകൾ വരുന്നുണ്ട്. ആ മലക്കുകളുടെ ചിറകുകൾ കാരണമായിട്ടാണ് മങ്ങിയ നിറത്തിൽ കണ്ടത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, എനിക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ട് 70,000 മലക്കുകളുമായി ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, നോക്കൂ നിങ്ങൾ, തബൂക്കിലായിരിക്കുക. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, സൂര്യൻ വളരെ ലൈറ്റ് കുറഞ്ഞ രൂപത്തിൽ മങ്ങിയ രൂപത്തിൽ കാണുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയിട്ട് നബി തങ്ങളോട് പറയുന്നത്, എനിക്കൊരു കൽപ്പന കിട്ടിയിട്ടുണ്ട് 70,000 മലക്കുകളുമായി ഇറങ്ങി വരാൻ. അവരൊക്കെ കൂടിയിട്ട് മുആവിയത്ത് ബിൻ മുആവിയക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ വന്നതാണ്. അങ്ങ് അദ്ദേഹത്തിന് മയ്യത്ത് നിസ്കരിക്കാൻ വരുന്നില്ലേ? അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ചിറക് നിലത്തടിക്കുകയും അതോടെ മുമ്പിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്തിൻ്റെ മുമ്പിലെത്തിയതുപോലെയായി. അവിടെ നിന്ന് സ്വഹാബാക്കളുടെ കൂടെ മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, ഈ മയ്യത്തിന് ഇങ്ങനെ ഇത്ര വലിയ ബഹുമതിയും പ്രതിഫലമൊക്കെ ലഭിക്കാനുള്ള കാരണം എന്താണെന്ന്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറയുന്നുണ്ട്, അവർ ഇഖ്ലാസ് സൂറത്തിൻ്റെ ആളായിരുന്നു. ഇഖ്ലാസ് സൂറത്തിൻ്റെ ആൾ മാത്രമായിരുന്നു അവർ. ഇഖ്ലാസ് സൂറത്തിൻ്റെ ആളായിരുന്നു എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് സൂറത്ത് പതിവാക്കുന്നവരായിരുന്നു എന്ന്. നിങ്ങൾ നോക്കൂ, ഇഖ്ലാസ് സൂറത്ത് ഓതാൻ അറിയാത്തവരാരുമില്ല, അതെല്ലാവർക്കും ഓതാൻ അറിയാം. അത് സ്ഥിരമായിട്ട് ഓതുന്നവരുമാണ് നമ്മളല്ലേ. നമ്മളൊരു മരണ വീട്ടിൽ ദ്വാ ചെയ്യാൻ വേണ്ടി പോയി, എന്നാൽ ഫാത്തി ഓതിക്കഴിഞ്ഞാൽ 3 സൂറത്തുൽ ഇഖ്ലാസ് ഓതി ഒരു ഫലക്കും ഒരു നാസ് ഓതിയിട്ടാണ് നമ്മൾ ദ്വാ ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ഒരാളുടെ നിക്കാഹിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്, എന്നാൽ ഇറങ്ങുന്ന സമയത്ത് നമ്മളവിടെ ഫാത്തി ഓതി സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് ദ്വാ ചെയ്യും. ഏതേതു സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. ഒട്ടുമിക്ക സുന്നത്ത് നിസ്കാരത്തിലും സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട് എന്നല്ല, എല്ലാ സന്ദർഭങ്ങളിലും സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ മുറുകെ പിടിക്കുന്നവരാണ്. അപ്പോൾ നോക്കൂ, സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തി വെക്കുമ്പോഴുള്ള നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ മഹത്വങ്ങളും ഈ നേട്ടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ നന്നായി പകർത്തി നോക്കൂ, നമുക്ക് വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്നിധിയിൽ സാന്നിധ്യത്തിൽ നബി തങ്ങൾ ഉള്ള സമയത്ത്
നബിതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്. അങ്ങനെ ഒരുമിച്ച് വഹയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നടക്കുന്ന ആ സമയത്ത് അപ്പോഴാണ് മഹാനരായ അബൂദർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അബൂദർ റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ ഉടനെ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഇതാ അബൂദർ വന്നിരിക്കുന്നു എന്ന്. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾക്കെങ്ങനെ അബൂദറിനെ അറിയാം? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ്, ഞങ്ങൾക്ക് അദ്ദേഹം നിങ്ങളെക്കാളും സുപരിചിതമാണ്. നിങ്ങളുടെ മലക്കുകളുടെ ലോകത്ത് എല്ലാവർക്കും പരിചയമുള്ള ആളാണ് അബൂദർ. ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, ഈ മഹത്വം എങ്ങനെ അദ്ദേഹം നേടിയെടുത്തു എന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, സ്വന്തമായ അധ്വാനം കൊണ്ട്, പിന്നെ ഇഖ്ലാസ് സൂറത്ത് ധാരാളമായി ഓതുന്നത് കൊണ്ടും. നിങ്ങൾ നോക്കൂ, ഇഖ്ലാസ് സൂറത്ത് ധാരാളമായി ഓതിയ അബൂദർ റളിയല്ലാഹു അൻഹു, മഹാനരായ മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു, അവർക്കൊക്കെ ലഭിച്ച വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങളൊന്ന് നോക്കൂ. ആ നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കും ആ നേട്ടങ്ങൾ നേടിയെടുക്കാം. നമ്മൾ ഒരുപാട് രാത്രികളിൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവരാ. ലക്ഷക്കണക്കിന് സൂറത്തുൽ ഇഖ്ലാസുകൾ പാരായണം ചെയ്ത് സ്വന്തം ബർസഖിയായ പാരത്രിക ലോകത്തേക്ക് പ്രത്യേകമായിട്ട് നിയ്യത്താക്കുന്നവരൊക്കെയുണ്ട്. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലെത്തിയപ്പോൾ ഒരാൾ ഇങ്ങനെ ദുആ ചെയ്യുന്നതായിട്ട് കേട്ടു. അള്ളാഹുവേ, ഏകനും ആശ്രയ കേന്ദ്രവും പിതാവോ സന്താനമോ ഇല്ലാത്തവനും നിസ്തുലവുമായവനെ, നിന്നോട് ഞാൻ ദുആ ചെയ്യുന്നു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്ക് അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു എന്ന്. ഇത് സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ഒരു അർത്ഥവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദുആയാണ്. സഹിൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ അവിടുത്തെ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തെ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ഒരാൾ സങ്കടം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നീ വീട്ടിൽ ചെന്നാൽ അവിടെ ആളുണ്ടെങ്കിൽ അവർക്ക് സലാം ചൊല്ലുക, അല്ലെങ്കിൽ നിനക്കു തന്നെ സലാം ചൊല്ലുക, പിന്നെ നബിക്കും സലാം ചൊല്ലുക, എന്നിട്ട് ഒരു വട്ടം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അയാൾ അങ്ങനെ അത് ചെയ്തു. അള്ളാഹു അയാൾക്ക് ആഹാരം വിശാലമാക്കി കൊടുത്തു. അവരുടെ അയൽക്കാർക്കും വരെ ബറക്കത്തുണ്ടാവാൻ കാരണമായി എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വഹാബി വര്യൻ വന്നിട്ട് ഞാൻ അങ്ങേയറ്റത്തെ പ്രയാസത്തിലാണെന്ന് വന്ന് പറഞ്ഞപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറഞ്ഞ് അവിടെ സലാമും ഹബീബായ തങ്ങളുടെ മേലിൽ സലാമും ചൊല്ലിയിട്ട് നീ ഒരു തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ മതി. അങ്ങനെ ഒരു തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് അതങ്ങനെ പതിവാക്കി വന്നപ്പോൾ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ്, എന്താ സംഭവിച്ചത്? അവർക്ക് അല്ലാഹു ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകി എന്ന് മാത്രമല്ല, അവരുടെ അയൽക്കാർക്കും ബറക്കത്തുണ്ടായി ഇവർ ഓതുന്ന കാരണം കൊണ്ട്. നോക്കൂ, സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ പാരായണം ചെയ്തപ്പോൾ അവരുടെ കുടുംബത്തിൽ മാത്രമല്ല അവരുടെ അയൽക്കാർക്കും അത് കാരണമായിട്ട് നേട്ടങ്ങൾ ഉണ്ടായി എങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വം എത്രയാണ്! നമ്മളൊക്കെ വലിയ വലിയ അമലുകളും വലിയ വലിയ കഠിനമായ അമലുകളും ദിക്റുകളൊക്കെ ചൊല്ലുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ഈ മഹത്വം മനസ്സിലാക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ടൊന്ന് ചൊല്ലി നോക്കൂ. നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാരണമാകും സൂറത്തുൽ ഇഖ്ലാസ്. നമുക്കും സൂറത്തുൽ ഇഖ്ലാസിനെ അങ്ങേയറ്റം സ്നേഹിക്കാം, എപ്പോഴും ഓതാം. എങ്ങനെയാണ് സ്നേഹിക്കൽ? എല്ലാ സമയത്തും അത് ഓതിക്കൊണ്ടിരിക്കുക. നമ്മുടെ നാക്കിൽ എല്ലാ സമയങ്ങളിലും സൂറത്തുൽ ഇഖ്ലാസ് വന്നുകൊണ്ടിരിക്കുക. നിസ്കരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ, നിസ്കാരം കഴിഞ്ഞ്, അതാണ് പറഞ്ഞത്, നടത്തത്തിലും ഇരുത്തത്തിലും കിടപ്പിലും എല്ലാ സമയത്തും സൂറത്തുൽ ഇഖ്ലാസിനെ പതിവാക്കുന്നയാൾക്ക് അല്ലാഹു വലിയ ബറക്കത്ത് അവരുടെ ജീവിതത്തിൽ നൽകും എന്നുള്ളതാണ്. ആ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ടാലോ പിന്നെ ഒന്നും പറയേണ്ടതില്ല, വലിയ നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും. മഹാനരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, എന്നെ അള്ളാഹു ആകാശാരോഹണം ചെയ്യിച്ചപ്പോൾ അർശ് ഞാൻ കണ്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സമക്ഷത്തിലേക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്ര പോയപ്പോൾ അവിടെ അർശ് ഹബീബായ തങ്ങൾ കാണുകയുണ്ടായി. അതിന് 3,60,000 കാലുകളുണ്ടെന്നാ. അള്ളാഹുവിൻ്റെ മഹത്തായ അർശിന് എത്ര കാലുകളുണ്ട്? 3,60,000 കാലുകളുണ്ട്.
രണ്ട് കാലുകൾ തമ്മിലുള്ള അകലം 3 ലക്ഷം വരും എന്നുള്ളതാണ്. ഓരോ കാലിനും താഴെയും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ 12,000 മരുഭൂമികളുണ്ട്. ഓരോ മരുഭൂമിയിലും 80,000 മലക്കുകളുണ്ട്. ഓരോ മലക്കും ഇഖ്ലാസ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഓതിത്തീരുമ്പോൾ അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു, റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഈ ഓതിയതിൻ്റെ കൂലിയെ ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്ത് ഓതുന്ന സ്ത്രീ പുരുഷന്മാർക്കായി ഞങ്ങളിതാ ദാനം ചെയ്യുന്നു. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ അർശിന് 3,60,000 കാലുകളുണ്ടെന്നാണ് പറയുന്നത്. 2 കാലുകൾ തമ്മിലുള്ള അകലം 3 ലക്ഷം വരും. ഓരോ കാലിന് താഴെയും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയും 12,000 മരുഭൂമികളുണ്ട്. അപ്പോൾ എത്ര വലിയ സ്ഥലമാണെന്ന് നോക്കൂ. ഓരോ മരുഭൂമിയിലും 80,000 മലക്കുകളുണ്ട്. ഇപ്പം 80,000 മലക്കുകൾ മാത്രമാണോ? അല്ല, ഓരോ കാലുകൾക്കിടയിലുള്ള മരുഭൂമിയിലും 80,000 മലക്കുകളാകുമ്പോൾ കോടാനക്കോടി മലക്കുകളായില്ലേ? ആ മലക്കുകളൊക്കെ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് ദുആ ചെയ്യുന്നത് എന്താണെന്നറിയണോ? ഏതെങ്കിലും ഉമ്മമാർ, ഉപ്പമാർ, സ്ത്രീ പുരുഷന്മാർ എവിടെയെങ്കിലും ഇരുന്ന് ഒരു തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പ്രതിഫലത്തിനെ അവർ പ്രത്യേകമായിട്ട് ദാനം ചെയ്യുകയാണ്. ഇത് കേട്ട് ഒരുമിച്ച് കൂടിയ സദസ്യർക്കൊക്കെ വലിയ അത്ഭുതമാണ് ഉണ്ടാകുന്നത്. ഹബീബായ തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ അത്ഭുതപ്പെടുന്നുവോ സ്വഹാബ? അപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു, അതേ, എൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്നവനെ തന്നെയാണ് സത്യം. മുത്തുനബി തങ്ങൾ വിശദീകരിക്കുകയാണ്, ജിബ്രീലിൻ്റെ ചിറകിൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചിറകിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് എഴുതിയിട്ടുണ്ട്. അല്ലാഹു സമദ് എന്ന് മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചിറകിൽ എഴുതിയിട്ടുണ്ട്. ലം യലിദ് വലം യൂലദ് എന്ന് ഇസ്രാഫീലിൻ്റെ ചിറകിലും എഴുതിയിട്ടുണ്ട്. വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന് അസ്രായീലിൻ്റെ ചിറകിലും എഴുതിയിട്ടുണ്ട്. അതിനാൽ വല്ല ഒരുത്തനും സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അയാൾക്ക് ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്രായീൽ എന്നീ 4 മലക്കുകളുടെ പുണ്യവും അവർക്ക് ലഭിക്കാൻ കാരണമാകുന്നതാണ്. നിങ്ങൾ നോക്കൂ, മഹാനരായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചിറകിലെ എന്താണ് എഴുതിയിട്ടുള്ളത്? ഖുൽ ഹുവല്ലാഹു അഹദ്. മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചിറകിൽ അല്ലാഹു സമദ്. അതേപോലെ തന്നെ ഇസ്രാഫീലിൻ്റെ ചിറകിലെ ലം യലിദ് വലം യൂലദ്, വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്നുള്ളത് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചിറകിൽ. ആ പ്രതിഫലമൊക്കെ നമുക്ക് ലഭിക്കും സൂറത്തുൽ ഇഖ്ലാസ് ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. വീണ്ടും അതേ സ്വഹാബാക്കൾ പറയുകയാണ്, അതേ, ഞങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? അതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ്, ആ ഒരു സന്ദർഭം മുത്തുനബി തങ്ങളും സ്വഹാബാക്കളും ഒരുമിച്ച് കൂടുമ്പോൾ. ഹബീബായ തങ്ങൾ പറയുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തൗറാത്തിലുണ്ട്, അല്ലാഹു സമദ് എന്ന് സബൂറിലുണ്ട്, ലം യലിദ് വലം യൂലദ് എന്ന് ഇഞ്ചീലിലുണ്ട്, വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന് ഖുർആനിലുമുണ്ട്, എഴുതിയിട്ടുണ്ട്. അതിനാൽ വല്ല ഒരുത്തനും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ തൗറാത്തും സബൂറും ഇഞ്ചീലും ഖുർആനും അതോതിയതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ സ്വഹാബാക്കൾക്ക് അത്ഭുതമായി. ഹബീബായ തങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടോ? അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടെന്ന് പറയുമ്പോൾ ഹബീബായ തങ്ങൾ പറയുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നെറ്റിയിലുണ്ട്. അല്ലാഹു സ്വമദ് എന്ന് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ നെറ്റിയിലുണ്ട്. ലം യലിദ് വലം യൂലദ് എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നെറ്റിയിലുണ്ട്. വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന് അലിയാർ തങ്ങളുടെ നെറ്റിയിലും എഴുതിയിട്ടുണ്ട്. എൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്നവനെ തന്നെയാണ് സത്യം. ആകയാൽ വല്ലൊരുത്തനും ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും അലിയാർ തങ്ങളുടെയും പ്രതിഫലം അവർക്ക് ലഭിക്കും. സുബ്ഹാനല്ലാഹ്. നിങ്ങളിതൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്?
ആദ്യം എന്താ പറഞ്ഞത്? അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ, മീക്കാൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ, അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ, ഇസ്രാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ചിറകുകളുണ്ടായതുകൊണ്ട് അവരുടെ പ്രതിഫലം ലഭിക്കുന്നു. പിന്നെന്താ പറഞ്ഞത്? അത് തൗറാത്തിലും ഇഞ്ചിലും സബൂറിലും അതേപോലെ തന്നെ എന്താ ഖുർആനിലും ഉണ്ടായതുകൊണ്ട് അതിൻ്റെ പ്രതിഫലം ലഭിക്കും, അതോതിയതിൻ്റെ പ്രതിഫലം ലഭിക്കും. പിന്നീട് എന്താ പറഞ്ഞത്? സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെയും ഉമർ റളിയല്ലാഹുവിൻ്റെയും ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെയും അലിയാർ തങ്ങളുടെയും റളിയല്ലാഹു അൻഹു അവരുടെയൊക്കെ നെറ്റിയിലുണ്ടായത് കൊണ്ട് അവരുടെ പ്രതിഫലവും ലഭിക്കും എന്നുള്ളത്. എന്തൊരു പ്രതിഫലമാണെന്ന് നോക്കൂ. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു നമുക്കതിൻ്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഈമാനും മറ്റുള്ള എല്ലാവരുടെ ഈമാനും ഒരു തട്ടിൽ വെച്ച് നോക്കിയാൽ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഈമാൻ താഴ്ന്നു തന്നെ കിടക്കും. ആ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പ്രതിഫലമൊക്കെ നമുക്ക് ലഭിക്കാൻ കാരണമാകും. നമ്മളും പ്രിയമുള്ളവരെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവരാണല്ലേ? പക്ഷേ ഇങ്ങനെ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട്, ഇത്രമേൽ പവിത്രതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഓതാൻ സാധിച്ചിട്ടുണ്ടോ? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് നിങ്ങൾക്കൊക്കെ ഇതൊക്കെ ആദ്യത്തെ അറിവാണെങ്കിൽ നിങ്ങളത് എഴുതി അറിയിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു വിശുദ്ധ ഖുർആനിനെ 3 ഭാഗമാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. ഇഖ്ലാസിനെ ഖുർആനിൻ്റെ 1/3 നിശ്ചയിച്ചു. ഖുർആനിനെ 3 ഭാഗമായി നിശ്ചയിച്ചിട്ട് ഇഖ്ലാസിൻ്റെ ഖുർആൻ്റെ 1/3 നിശ്ചയിച്ചു. അത് 1/3 നിശ്ചയിച്ചത് പ്രതിഫലം നോക്കിയിട്ടാണെന്ന് പറയുന്നു. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ അഭിപ്രായമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു റിപ്പോർട്ട്, ഇങ്ങനെയും അതിൻ്റെ റിപ്പോർട്ട് കാണാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞങ്ങൾ തബൂക്കിലായിരിക്കെ അവിടെ സൂര്യൻ വളരെ തിളങ്ങുന്ന നിലയിലാണ് ഉദിച്ചിരുന്നത്. അത്രയധികം തിളങ്ങുന്നത് മുമ്പ് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്ന. തബൂക്കിനും മദീനയ്ക്കുമിടയിൽ 1 മാസത്തെ വഴിദൂരവുമുണ്ട്. ഒരു ദിവസം സൂര്യൻ വളരെ മങ്ങിയ നിലയിൽ ഉദിച്ചത് കണ്ടു. നോക്കൂ, സൂര്യൻ നന്നായി തിളങ്ങുന്ന രൂപത്തിലാണ് സാധാരണ ഉദിക്കാറുള്ളത്. മദീനയ്ക്കും മക്കയ്ക്കും ഇടയിൽ 1 മാസത്തെ വഴിദൂരം ഉണ്ട് എന്നുള്ളതാണ്. അതൊക്കെ നിങ്ങൾ ആ പോയിന്റുകളൊക്കെ മനസ്സിലാക്കേ. അങ്ങനെ ഒരു ദിവസം സൂര്യൻ വളരെ മങ്ങിയ നിലയിലാണ് ഉദിക്കുന്നത്. നല്ല ലൈറ്റില്ല, ശോഭ പോയ രൂപത്തിലാണ് അത് ഉദിച്ചു വരുന്നത്. അപ്പോൾ സാധാരണത്തേതിന് വിപരീതമായിട്ട് ഇങ്ങനെ മങ്ങിയ രൂപത്തിൽ അത് ഉദിക്കുന്നത് കണ്ടപ്പോൾ വിപരീതമായി കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഓ ജിബ്രീൽ, ഇന്ന് എന്താണ്, സൂര്യൻ എന്തു പറ്റി, എന്താണ് ഇങ്ങനെ മങ്ങാൻ കാരണം എന്ന്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന മറുപടി ഉണ്ട്, അത് മലക്കുകളുടെ അനേകം ചിറകുകൾ കൊണ്ട് മറഞ്ഞു പോയതാണ്. കാരണം മദീനയിലെ മഹാനരായ മുആവിയത്ത് ബിൻ മുആവിയ മരണപ്പെട്ടിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാൻ അള്ളാഹു 70,000 മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നത് എന്താണ് അവർ ചെയ്തതെന്നല്ലേ. അപ്പോൾ പറഞ്ഞു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അദ്ദേഹം രാത്രിയിലും പകലിലും നടത്തത്തിലും ഇരുത്തത്തിലും എല്ലാ സമയത്തിലും നൃത്തത്തിലും പോകുന്ന സമയത്തും വരുന്ന സമയത്തും ഏതു പരിതസ്ഥിതിയിലും എല്ലാ സന്ദർഭങ്ങളിലും ധാരാളം ഇഖ്ലാസ് സൂറത്ത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന്. അപ്പോൾ തുടർന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, നബിയെ, അങ്ങേക്കു ഞാൻ ഭൂമിയെ ചുരുട്ടിത്തന്നാൽ അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ അങ്ങും വരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, ഞാനും വരാം. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ചിറകുകൊണ്ട് ഭൂമിയിൽ അങ്ങ് അടിക്കുകയും അതോടെ സകല വൃക്ഷങ്ങളും സ്ഥലങ്ങളും വഴിമാറിക്കൊടുത്തു. മയ്യത്ത് കിടക്കുന്ന കട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്നിൽ വെച്ചു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലേക്ക് നോക്കി. തനിക്ക് പിന്നിൽ മലക്കുകളുടെ 2 അണികളുണ്ടായിരുന്നു. ഓരോ അണിയിലും 70,000 മലക്കുകളുണ്ട്. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യിത്ത് നിസ്കാരം നിർവഹിച്ച ശേഷം തബൂക്കിലേക്ക് തന്നെ മടങ്ങി. ഇത് തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഈ ഒരു സംഭവം കാണാൻ സാധിക്കുന്നതാണ്. അതാണ് പ്രിയമുള്ളവരെ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വം. നമുക്കും സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ പകർത്താം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മഹത്വങ്ങൾ നേടിയെടുക്കാൻ കാരണമാകും. ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ എത്ര മഹത്വങ്ങൾ സൂറത്തുൽ ഇഖ്ലാസിനുണ്ട്. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് സ്ഥിരമായി പതിവാക്കുന്നവർക്ക് ആഖിബത്ത് നന്നായി ഈമാനോടുകൂടെ മരണപ്പെടാൻ സാധിക്കുന്നുള്ളതാണ്.
അത് അക്ഷരശുദ്ധിയോടുകൂടെ തെറ്റുകൂടാതെ ചൊല്ലാനും ഓതാനൊക്കെ വേണ്ടിയിട്ട് പഠിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളെല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് അത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടതാണ് നമ്മൾ പറഞ്ഞത്. ഞായറാഴ്ച നോമ്പല്ലാത്ത സമയങ്ങളിൽ ഇൻഷാ അല്ലാഹ് ദർസിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് കുറച്ച് ആളുകൾക്ക് നമ്മൾ ഇൻ്റർവ്യൂവിനുള്ള അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരിൽ കുറച്ച് ആളുകളെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ള രക്ഷിതാക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ ദീനി ചിട്ടയിൽ വളർത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത എത്രയാണെന്ന് നമുക്ക് കൃത്യമായി അറിയാം. ദീനി ചിട്ടയിൽ വളർത്തിയിട്ടില്ലെങ്കിൽ അവർ ഏത് രൂപത്തിലാണ് വളർന്നു വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ അവരെ ദർസിൽ കൊണ്ടാക്കണം. അപ്പോഴാണ് അവർ ഒരു പള്ളിയിലിരുന്ന് പള്ളിയിലുള്ള സ്വാലിഹീങ്ങളോടുകൂടെ സജ്ജനങ്ങളോടുകൂടെ അവരുടെ സഹവാസമുണ്ടാകുമ്പോൾ, അവർ 5 വഖത്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ മാറ്റങ്ങളുണ്ടാകും. ആധുനിക കാലഘട്ടത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന മക്കൾ ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് ഒരു തരം സൈക്കോകളായിട്ട് വളർന്നു വരുമ്പോൾ, ഗെയിമിനും മറ്റിനൊക്കെ അഡിക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, നമുക്ക് നല്ല മക്കളായിട്ട് തിരിച്ചു കിട്ടാൻ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.